താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഭരണപക്ഷത്തിന് പറയാനുള്ളത് അവരുടെ ഭരണം വീണ്ടും ലഭിക്കുമെന്നൊക്കെയാണ്. അവരുടെ ചില അസ്വാരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തിപരമാണെന്ന് അവർ പറഞ്ഞു. ഇനി പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ നമ്മോടൊപ്പമുണ്ട്. അവരോട് തന്നെ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഏകദേശം 2 വട്ടം UDF ഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വട്ടം. പിന്നീട് അത് LDFനായി. അതിനു മുമ്പൊക്കെ നേരത്തെ LDF ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ UDFനെയും LDFനെയും ഈ നാട്ടുകാർ ഉൾക്കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആ 10 വർഷം ഭരിച്ചതിന് ശേഷം LDFൻ്റെ കയ്യിലേക്ക് ഈ ഭരണം പോകാനുള്ള കാരണങ്ങൾ ജനങ്ങൾ തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയാണല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിലൊക്കെ ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ UDF നിങ്ങൾ വിഭാവനം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? താഴേക്കോട് പഞ്ചായത്തിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗതാഗത രംഗത്താണ്. 80% റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഗതാഗതത്തിന് വളരെ പ്രയാസം ആളുകൾക്കുണ്ട്. അപ്പോൾ അത് ശരിയാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുക. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്ന ഭരണസമിതി അധികാരത്തിൽ വന്നത് എല്ലാവർക്കും വീട് നൽകുമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ വീട് നൽകാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. കുറച്ച് വീടുകളൊക്കെ എഗ്രിമെൻറ്റ് വെച്ചു, അതിൻ്റെ കുറച്ച് പൈസകളെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി പണം ആളുകൾക്ക് കൊടുക്കാനുണ്ട്. മാത്രമല്ല ഇപ്പോൾ PMAYയുടെ അപേക്ഷ വന്നപ്പോൾ ആയിരക്കണക്കിന് അപേക്ഷകൾ പെരിന്തൽമണ്ണ താലൂക്കിലും പെരിന്തൽമണ്ണ ബ്ലോക്കിലും ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്നിട്ടുള്ളത് താഴേക്കോട് പഞ്ചായത്തിലാണ്. അതിൻ്റെ അർത്ഥം പാർപ്പിട പ്രശ്നം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. ഞാനൊന്ന് ഇടപെടട്ടെ. താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, നേരത്തെയും പറഞ്ഞത്, പാർപ്പിട പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് വലിയ ആത്മവിശ്വാസം അവർക്ക് നൽകുന്നുണ്ടെന്നാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് പാർപ്പിട പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്നാണ്. ഞാനിപ്പോൾ അധികാരികളുമായി സംസാരിച്ചപ്പോൾ PMAYയുടെ അപേക്ഷ 575 അപേക്ഷകളോടെ വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം 15-ാം തീയതി ആണിത് അവസാനിക്കുക. അതിനുശേഷം വീണ്ടും അപേക്ഷകൾ വരും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ 1000-ഓളം അപേക്ഷകൾ ഇനിയും പഞ്ചായത്തിൽ വീടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി PMAYക്ക് ലഭിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ കഴിയുക? ഈ കുടിവെള്ള പ്രശ്നവും മറ്റുള്ള പദ്ധതികളൊക്കെ ഏറ്റവും വേഗത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭരണപക്ഷം പറയുന്നുണ്ട്. ഭരണപക്ഷത്ത് ചില കാര്യങ്ങളിൽ, അതായത് ചെറിയ ഒരു പടലപിണക്കമൊക്കെ ഉണ്ടെന്നുള്ളത് പൊതുജനാഭിപ്രായമാണ്. ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോൾ അത് അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതിപക്ഷ നേതാവ്, എന്ത് പേര്? റഷീദ് മാസ്റ്റർ. പ്രതിപക്ഷ നേതാവല്ലേ? അതെ, പ്രതിപക്ഷ നേതാവ് VK റഷീദ് മാസ്റ്റർ. അതായത് ഭരണപക്ഷത്ത് ചില പടലപിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ട് എന്ന്. പക്ഷേ ഞങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ്, ഭരണത്തിലില്ലെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ എന്താ പറയുക? അല്ല, ഭരണത്തിലുണ്ട്. അതാണല്ലോ ഇപ്പോൾ അഭിമുഖത്തിന് നിങ്ങൾ തന്നെ വിളിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ല. പല യോഗങ്ങളിലും അങ്ങനെ തന്നെയാണ്, പങ്കെടുക്കുന്നില്ല. രൂക്ഷമായ ചേരിപ്പോര് ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രസിഡന്റ് ഒരു പക്ഷമാണ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് വേറൊരു പക്ഷവുമുണ്ട്. അങ്ങനെ ആ രൂക്ഷമായ ചേരിപ്പോര് ഇവിടെ വികസന മുരടിപ്പിന് വരെ കാരണമായിട്ടുണ്ട്. പഞ്ചായത്തിൽ സെക്രട്ടറിമാർ 9 ആൾ മാറി. ഇവിടെ വന്ന് അവർ നിൽക്കുന്നില്ല. കാരണം ഇവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. കുടിവെള്ള പ്രശ്നം നിങ്ങൾ ചോദിച്ചു. കുടിവെള്ള പ്രശ്നം, ഒരു വീട്ടിലും കുടിവെള്ളം കൊടുക്കാൻ ഈ ഭരണസമിതി വന്ന് 5 വർഷം പൂർത്തിയാകുമ്പോൾ സാധിച്ചിട്ടില്ല. ഇവർ അധികാരത്തിൽ വന്നത് കുടിവെള്ളം പ്രശ്നം 1 വർഷം കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതി അത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പഞ്ചായത്തും കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ്. പക്ഷേ അതിലൊരു തുള്ളി വെള്ളം പോലും ആർക്കും കൊടുക്കാനായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം തീർച്ചയായിട്ടും ഞങ്ങൾ പരിഹരിക്കും. ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അതിലിടപെട്ടുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്കതിലൂടെ പറയാനുള്ളത്. ഈ ഭരണത്തിൽ ഇപ്പോൾ ഭരണത്തിലുള്ളവർക്ക് പരസ്പരം ചേരിപ്പോരും വിഴുപ്പലക്കലൊക്കെ ഉണ്ടെങ്കിൽ അത് ഭരണത്തെയും വികസനത്തെയും ബാധിക്കുന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ഇത് ഭരണത്തിലേറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴും മൂർച്ഛിച്ച അവസ്ഥയിൽ നിൽക്കുന്നതാണ് നിങ്ങൾ മാത്രമല്ല പല ആളുകളും പറയുന്നത്. ഇത് പാർട്ടി ഇടപെട്ട് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ എന്താ രൂക്ഷമായി പോകാനുള്ള കാരണം? അത് ഈ വികസനത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? വികസനത്തെ തീർച്ചയായിട്ടും അത് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ അച്ചിപ്ര എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. രാജിവെച്ച് ഒഴിഞ്ഞ് അവർ ഇപ്പോൾ ഒരു പരിപാടിയിലും സഹകരിക്കാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ രൂക്ഷമായ ചേരിപ്പോര് കാരണം ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റി വികസന മുരടിപ്പിലേക്ക് 5 വർഷം പഞ്ചായത്ത് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ UDFൻ്റെ സമരം ഇവിടെ നടത്തിയത് പറഞ്ഞിരുന്നു. ഗ്രാമസഭകളിൽ പ്രാതിനിധ്യം കുറവാണ്, കൂട്ടായ്മയും ഐക്യവും ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിനും കക്ഷിക്കും അതീതമായ
ഐക്യമുണ്ടെങ്കിൽ മാത്രമേ വികസനം നടക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഈ കക്ഷിയിൽ തന്നെ രൂക്ഷമായ ചേരിപ്പോര് നിലനിൽക്കുന്നത് കൊണ്ട് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷം താഴേക്കോട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നഷ്ടമായി 83 കോടി രൂപയാണ് പഞ്ചായത്തിൽ ചെലവഴിക്കേണ്ടത് ലാപ്സായി പോയിട്ടുള്ളത്. 83 കോടി രൂപ 5 വർഷം കൊണ്ട് 83 കോടി രൂപ ലാപ്സായി പോയിട്ടുണ്ട്. അത് ഇവിടുത്തെ ചേരിപ്പോര് കൊണ്ട് സംഭവിച്ചതാണ്. അത് അങ്ങനെ തന്നെ ഇനിയും തുടരും. അത് ആർക്കും നന്നാക്കാനും സാധിക്കില്ല. അത്രത്തോളം അത് രൂക്ഷമായിട്ടുണ്ടെന്ന് അതിനെ സംബന്ധിച്ച് പറയാം. അപ്പോൾ ഇവരുടെ ഈ ചേരിപ്പോരും അസ്വാരസ്യങ്ങളും പടലപിടക്കങ്ങളും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? എന്ത് പേര്? മുസ്തഫ. പഞ്ചായത്തിലെ മെമ്പറാണ്. മുസ്തഫ മാസ്റ്ററോട് ചോദിക്കാം, ഈ പഞ്ചായത്തിലെ ഈ ചേരിപ്പോരും പടലപിടക്കമൊക്കെ അത് നിങ്ങൾക്ക് അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു? തീർച്ചയായും അത് ഗുണം ചെയ്യും. കാരണം ചേരിപ്പോർ അത്രയും ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഭരണത്തെ ബാധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ അതായത് അവരുടെ മെമ്പർമാർ തന്നെ അറിയാതെ ഞങ്ങൾ പറഞ്ഞിട്ട് അറിയുന്നൊരവസ്ഥകൾ അവർക്ക് ഉണ്ടാകാറുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ അത് ചേരിപ്പോര് നല്ലവണ്ണമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. എന്താ മെമ്പറുടെ പേര്? റിയാസ് മാടാമ്പാറ. നിങ്ങളുടെ പേര്? ബാലൻ മരുതമ്പാറ. അപ്പോൾ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് റഷീദ് മാസ്റ്റർ ഉണ്ടായിരുന്നു, അതുകൂടാണ്ട് പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രതിപക്ഷത്തുള്ള ആളുകൾ. അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ചേരിപ്പോര്, ഭരണപക്ഷത്തുള്ള ചേരിപ്പോര് വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. വലിയ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്ന ലാപ്സായി പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല വികസനത്തിൻ്റെ പല കാര്യങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ നമ്മോട് പറഞ്ഞ പല കാര്യങ്ങളും അത് വിരുദ്ധമായിട്ടാണ് ഇവർ പറയുന്നത്. അതൊന്നും നടന്നിട്ടില്ല. കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ പാർപ്പിട പദ്ധതികൾ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇവരുടെ പ്രതീക്ഷ ഈ ചേരിപ്പോരും മറ്റുള്ള ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞ് ഒരു ഭരണം UDFന് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ വരുമെന്ന പ്രതീക്ഷയാണ് ഈ UDFിലെ മെമ്പർമാർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഏതായാലും നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതുപോലെ എങ്ങനെയാണോ ജനങ്ങൾ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ. ജനം തീരുമാനിക്കട്ടെ. എല്ലാം ജനത്തിന് വിടുന്നു. ജനമാണ് ഇനി എല്ലാം തീരുമാനിക്കേണ്ടതും അവരാണ് വിധി എഴുതേണ്ടതും. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.